എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 16-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ദൈത്യം സഹസ്രകവചം കവചൈപരീതം സാഹസ്രവത്സരതപസ്സമരാഭിലവ്യൈഃ പര്യായ നിർമ്മിത തപസ്സമരൗ ഭവന്തൗ ശിഷ്ടൈകകങ്കടമമും നിഹതാം സലീലം. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ദൈത്യം എന്നാൽ അസുരൻ. കവചൈ പരീതം സഹസ്രകവചം ദൈത്യം, അതായത് 1000 പോർച്ചട്ടകൾ അണിഞ്ഞ സഹസ്രകവചൻ എന്ന അസുരനെ. സഹസ്രവത്സര തപ, 1000 കൊല്ലത്തെ തപസ്. സമരാഭിലവ്യൈ, അതുപോലെ 1000 കൊല്ലത്തെ യുദ്ധം. പര്യായ നിർമ്മിത തപ സമരവും, ഊഴമിട്ട് തപസ്സും യുദ്ധവും ചെയ്യുന്നവരായിട്ട്. ആര്? ഭവന്തൗ, നരനാരായണ സ്വരൂപനായ ഭഗവാൻ. ശിഷ്ടൈക കങ്കടം അമും സലീലം നിഹതാം, ഒരു കവചം മാത്രം അവശേഷിച്ചപ്പോൾ ആ അസുരനെ അങ്ങ് അനായാസേന നിഗ്രഹിച്ചു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ഇടവിട്ട് 1000 കൊല്ലത്തെ തപസ്സും യുദ്ധവും മൂലം മാത്രം ഛേദിക്കപ്പെടാൻ കഴിയാവുന്ന 1000 കവചങ്ങളാൽ സംരക്ഷിക്കപ്പെട്ട ശരീരമുള്ള സഹസ്രകവചൻ എന്ന രാക്ഷസനെ നരനാരായണ സ്വരൂപനായ അങ്ങ് ഊഴമിട്ട് തപസ്സും യുദ്ധവും ചെയ്യുകയും അന്ത്യത്തിൽ ഒരു കവചം മാത്രം അവശേഷിച്ചപ്പോൾ നിഗ്രഹിക്കുകയും ചെയ്തു. ഇവിടെ പറഞ്ഞ ഈ ദുഷ്ടനിഗ്രഹം, സഹസ്രകവചൻ എന്ന അസുരനെ വധിക്കുന്ന കാര്യം മനസ്സിലാകണമെങ്കിൽ ആദ്യം നമ്മൾ മഹാഭാരതത്തിലൂടെയും പിന്നെ ഭാഗവതത്തിലൂടെയും പോകണം. ശരിക്കും ഭാഗവതം കഥ മനസ്സിലാകണമെങ്കിൽ ആദ്യം മഹാഭാരതം അറിയണം. ഈ മഹാഭാരത കഥയിലാണ് സഹസ്രകവചൻ്റെ കഥ വരുന്നത്. അതായത് സഹസ്രകവചൻ എന്നാൽ തന്നെ ആ ഒരു വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 1000 കവചങ്ങൾ, അതായത് പടച്ചട്ടകൾ അണിഞ്ഞവൻ എന്നാണ് അർത്ഥം. അദ്ദേഹം മഹാശക്തനായ ഒരു അസുരനായിരുന്നു. ഇദ്ദേഹത്തെ വധിക്കണമെങ്കിൽ 1000 വർഷം തപസ് ചെയ്യണം. അങ്ങനെ ലഭിച്ച ദിവ്യശക്തിയിലൂടെ അവൻ്റെ ഒരു കവചം മുറിക്കാം. ഈ നരനാരായണന്മാർ അവതരിച്ചപ്പോൾ 2 പേരുണ്ടല്ലോ. ഈ നരനാരായണന്മാരിൽ ഒരാൾ 1000 കൊല്ലം തപസ്സു ചെയ്യും. അതാണ് ഇവിടെ ഊഴമിട്ട് എന്ന് പറഞ്ഞത്. അതേസമയം മറ്റേയാൾ എന്ത് ചെയ്യും? അത്രയും കാലം ഇദ്ദേഹത്തോട് യുദ്ധം ചെയ്യും. ഇങ്ങനെ ഊഴമിട്ട തപസ്സും യുദ്ധവും 1000 വർഷം നീണ്ടുനിന്നു. അവസാനം സഹസ്രകവചന് ഒരു കവചം മാത്രം ബാക്കി വന്നപ്പോഴാണ് അദ്ദേഹത്തെ നിഗ്രഹിച്ചത്. ഈ സഹസ്രകവചനാണ് പിന്നീട് കർണനായി ജനിക്കുന്നത്. ഹരേ കൃഷ്ണ.